ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ ഉള്ളത് ചിറാപ്പുഞ്ചി പോണ റൂട്ടിലാണ്, അതായത് മേഘാലയയിലാണ്. ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്നലെ വേറെ റൂട്ടൊക്കെ എടുത്താണ് വന്നത്. ഇവിടെ അടുത്തൊരു വാട്ടർഫാളുണ്ട്, ബീസോഡങ് വാട്ടർഫാൾ എന്നാണ് പേര്. അപ്പോൾ അവിടെ പോകണം. അപ്പോൾ ഞാൻ ഇന്നലെ വന്നവർക്ക് ഇവിടെ ടെൻ്റ് അടിക്കാൻ ഒരു സ്പേസ് ഇട്ടിടാം. ഇവിടെ നമ്മൾ ടെൻ്റ് അടിച്ചാൽ ഫുഡ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കി ഇതൊരു ഹോം സ്റ്റേ പോലെ സെറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇപ്പുറത്ത് റൂം കാര്യങ്ങളൊക്കെ ഉണ്ട്. റൂമല്ല, ഡോർമെട്രി ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ടെൻറ്റ് കാര്യങ്ങളൊക്കെ വരും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ള സജ്ജീകരണങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കണം. പണിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ സൈക്കിൾ ഇവിടെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവിടുത്തെ ചിറാപ്പുഞ്ചി അധികം ദൂരമില്ല, കുറച്ച് കിലോമീറ്റർ ഉണ്ട്. പക്ഷേ കയറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. എന്നാലും പോണ റൂട്ടൊക്കെ നല്ല അടിപൊളിയാണ്. അതുപോലെ തന്നെ ഇന്നലെ വന്ന വഴിക്ക് നമുക്ക് ടെൻ്റ് അടിക്കാൻ ഒരുപാട് വ്യൂ പോയിൻറ്റുകൾ കിട്ടിയേട്ടാ. അവിടെ ടെൻ്റ് അടിക്കാനൊക്കെ പോയപ്പോൾ ഒരുപാട് ആൾക്കാർ അടിക്കാൻ സമ്മതിച്ചില്ല, കുറച്ച് പ്രശ്നമൊക്കെ ആയി. അപ്പോൾ അത് കാരണം ടെൻ്റ് അടിക്കാൻ പറ്റിയില്ല. ഇവിടെ നെറ്റ്വർക്ക് കുറവാണ്, റേഞ്ച് കാര്യങ്ങളൊക്കെ കുറവാണ് കേട്ടോ. പിന്നെ എന്തായാലും നമുക്ക് യാത്ര സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ അത്യാവശ്യം വെയിൽ കാര്യങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും നമ്മളെ യാത്രയോടെ അങ്ങനെയാണ്. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങൾ കഴിച്ച്, ഞാൻ ഇന്നലത്തെ ചോറ് പിന്നെ അതേപോലെ കറിയും കാര്യങ്ങളൊക്കെ ബാക്കി ഉണ്ടാകും, അത് കഴിച്ച്. അപ്പോൾ എന്തായാലും നമ്മുടെ സൈക്കിളിൽ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം, എന്നിട്ട് യാത്ര സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മൾ സെറ്റായിട്ടാ, സൈക്കിളെല്ലാം സെറ്റാക്കി. ഇനിയിപ്പോൾ ഇവിടുന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ വാട്ടർഫാൾ കാണാൻ വേണ്ടി പോകണേണ്. അത്യാവശ്യം വെയിൽ കാര്യങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. എന്നാലും ചെറിയൊരു തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളിയാണ് കേട്ടോ. കണ്ടില്ലേ, നമ്മളൊരു ഉള്ളിലായിട്ടുള്ളൊരു പ്രദേശത്താണ്. ഇവിടെ അടുത്തൊക്കെ വീടെന്ന് പറയാൻ വേണ്ടി അവിടേക്ക് എന്തോ ഹോം സ്റ്റേ കാര്യങ്ങളൊക്കെയാണ് തോന്നുന്നത്. അവിടെ ഉണ്ട്, ഇത് അവിടെയൊക്കെ ഹോം സ്റ്റേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു ഹോം സ്റ്റേ ആണ്. അപ്പോൾ ഇവർ ഇവിടെ ഡോർമെട്രി ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ടെൻറ്റ് പോലെ പണിയാനുള്ള പ്ലാനിലിരിക്കുന്നത്. അപ്പോൾ അത് പണിതണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ പണി കാര്യങ്ങൾ കഴിഞ്ഞിട്ടില്ല. അടിപൊളിയാണ് കേട്ടോ. എന്തായാലും നമുക്ക് പയ്യ യാത്ര സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഈ കാണുന്നത് നമ്മൾ പോണ റൂട്ടാണ്ടാ. അടിപൊളി വ്യൂ ആണ്. ഇവിടെ ഇങ്ങനെ പൈപ്പിൻ്റെ ഇതൊക്കെ വന്നിട്ട് അടിപൊളിയാണ്ട കാണാൻ വേണ്ടി. അത്യാവശ്യം വെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ അത്യാവശ്യം വീടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ പലതും ഹോം സ്റ്റേ കാര്യങ്ങളൊക്കെ ആയിരിക്കുള്ളൂ. വീടുകളുണ്ടെങ്കിലും ഇവിടെ ഹോം സ്റ്റേ കാര്യങ്ങളായിരിക്കട്ടെ. ഇവിടെ പലർക്കും വരുമാനം കാര്യങ്ങൾ ഈ ഹോം സ്റ്റേ, പിന്നെ ചെറിയ ചെറിയ കടകൾ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അവിടെയൊക്കെ ആൾക്കാർ കുളിക്കാനും അലക്കാനും ഈ ഒരു വെള്ളമില്ലേ, ഇത് ശരിക്കും ഒരു എന്താ പറയുക, ഒരു ചെറിയൊരു ഒരു അരുവി പോലത്തെ ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ അവിടെ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്, ആൾക്കാർ കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അത് ആ ഒരു ഇതില്ലേ, ആ ഒരു പൈപ്പിൽ നിന്ന് എനിക്ക് തോന്നുന്നു കുടിവെള്ളവും കാര്യങ്ങളും പോണതാണ് കേട്ടോ. ഇവിടെ ചെറിയൊരു എന്താണ് പറയുക, ഒരു കുളം പോലത്തെ ഒരു സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളിയാണ് കാണാൻ വേണ്ടി. ഞാനിങ്ങനെ ജസ്റ്റ് വന്നോയ്ക്കൊന്ന് ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി നിർത്തിയാണ്ട. പിന്നെ സാധനങ്ങൾ കൊണ്ടുപോകണം, ഇങ്ങനെ ഉരച്ചടിച്ചാണ്ട് കൊണ്ടുപോകണം. ഇവിടെയുള്ള ആൾക്കാർ ഒന്നല്ലെങ്കിൽ കൊട്ട അല്ലെങ്കിൽ അതേപോലത്തെ മേത്ത് ഇങ്ങനെ ചുമന്നുണ്ടായിരിക്കും പോണത്, അല്ലെങ്കിൽ ഇങ്ങനെ റോട്ടിൽ കൂടെ എന്തെങ്കിലും ട്രോളി പോലത്തെ എന്തെങ്കിലും സംഭവം അല്ലെങ്കിൽ ഇതേപോലെ ഉരച്ചുണ്ടെങ്കിൽ ഇരിക്കട്ടെ പോണ. കാരണം ഇതൊക്കെ ഇട്ട് പോകണ്ടേ, മേലിലേക്ക് എത്തിക്കണ്ടേ, അതാണ്ടാ. നമ്മളെ പോണ വഴിയൊക്കെ അടിപൊളിയാന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇത് കണ്ടില്ലേ, കിട്ടില്ല രാട്ടാ. ഇതൊരു ബ്രിഡ്ജാണ്, ബ്രിഡ്ജിൻ്റെ അവിടെ ഇരിക്കണായിരുന്നു. നമ്മളിങ്ങനെ കയറി വന്നെയായിരുന്നു. അപ്പോൾ കണ്ടില്ലേ, അടിപൊളിയാണ്ടാ. ഇതൊക്കെ ഒന്ന് വിട്ടൊക്കെ ഇരിക്കാനാണ്. കണ്ടില്ലേ, ഒരു പാറയുടെ ഇടയിലൊക്കെ നല്ല തെളിഞ്ഞ വെള്ളം കേട്ടോ. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങാം കേട്ടോ. കാരണം ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. അടിപൊളിയാട്ടാ. നമ്മളെ ഇപ്പം അവിടെ നിന്ന് ഇങ്ങാട് വന്നിട്ടാ, അതായത് ഇവിടെ ഒരു വാട്ടർഫാൾ ഉണ്ട് ശരിക്കും. ഞാനിപ്പോഴാണ് ശ്രദ്ധിച്ചാ. ഇത് കണ്ടില്ലേ, ഡേഞ്ചറാണ്ടോ കുറച്ച്. ഇവിടെ ഒരു വാട്ടർഫാൾ ഉണ്ട്. കാരണം ഇതിൽ വെള്ളം കുറവാണ് കേട്ടോ. വെള്ളം കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇത് മൺസൂൺ സീസണല്ല. ഞാൻ പറഞ്ഞില്ല, മൺസൂൺ സീസണിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ അടിപൊളിയാണ് ശരിക്കും. രണ്ട് സീസണിൽ നമ്മൾ വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഇതാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ കണ്ടില്ലേ, അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ചെറിയ രീതിയിൽ ഇങ്ങനെ ഒഴുകി തന്നെയാണ്. അപ്പോൾ ഇതിങ്ങനെ നിറഞ്ഞ് ഇങ്ങനെ ഒഴുകി ശരിക്കും ഇവിടെ നിന്ന് കണ്ടില്ലേ, ഇങ്ങനെ ഇവിടെ കൂടി ഒഴുകി പോണേണ്ട വെള്ളം. അടിപൊളിയാണ്. ചെറിയൊരു ഇതാണ്ട്, പക്ഷെ തെളിഞ്ഞ വെള്ളം ഉണ്ടാവും. അല്ല കിട്ടില്ല, തെളിനീര് പോലത്തെ വെള്ളം കേട്ടോ. അടിപൊളിയാണ്ടാ. നല്ല തണുപ്പുണ്ട് ഇവിടെ. വെയിലുണ്ടെങ്കിലും നല്ല തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ അങ്ങനെ ആദ്യം ആൾക്കാർ വന്നൊന്നുമില്ല, എല്ലാവരും അങ്ങാടേക്ക് കണ്ട പോകണം. അവിടെ ഒരു വാട്ടർഫാൾ ഉണ്ട്, അവിടെയും ഇതേപോലത്തെ ഒരു അവസ്ഥയായിരിക്കും കേട്ടോ. കണ്ടില്ലേ, ഇവിടെ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകി ഇങ്ങനെ ഒഴുകി പോണേണ്ടാ. കണ്ടില്ലേ, ഇവിടെ നമ്മളൊറ്റയൊക്കെ ഉള്ളൂ, വേറെ ഒറ്റ മനുഷ്യരും ഇല്ല. അങ്ങാടൊക്കെ വണ്ടിയൊക്കെ പോകണ്ടായിരുന്നു. കണ്ടില്ലേ, വെള്ളം ഇങ്ങനെ ഒഴുകി ഇങ്ങനെ പോണേണ്ടാ. കണ്ടിട്ട് ഇവിടുന്ന് ഒറ്റ ചാടാനൊക്കെ ഉണ്ട്. കാരണം ഒറ്റ ചാട്ടൊക്കെ ചാടാൻ തോന്നണ്ടാ. അടിപൊളിയാണ്. പക്ഷേ ഇവിടെ വെള്ളം കുറവാണ്ടാ. അതാണ് ഭയങ്കര തെളിഞ്ഞ വെള്ളം എന്ന് പറഞ്ഞാൽ തെളിഞ്ഞ വെള്ളമാണ്, പക്ഷേ വെള്ളം ഭയങ്കര കുറവാണ്ടാ.
നമ്മൾ വന്നോയ്ക്ക് കുറച്ച് പോലീസുകാരെ കണ്ട് അവരവിടെ പറഞ്ഞ് അത് ക്ലോസ്ഡ് ആണ്, അവിടെ ഇരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ്. അതുകൊണ്ട് അവിടെ ഇറങ്ങിയേട്ടാ. അവിടെ നമ്മൾ ആദ്യം കണ്ട സ്പോട്ടിൽ വീഡിയോ എടുക്കാമല്ലാന്ന് വെച്ച് അത് സമ്മതിച്ചില്ല. ഞാൻ പറഞ്ഞു ഒരു വീഡിയോ എടുത്തിട്ട് ഇപ്പം ഇറങ്ങാമെന്ന് പറഞ്ഞ് നടപടി ആയില്ല കേട്ടാ. അപ്പോൾ അതുകൊണ്ടാണ് അവിടുത്തെ വീഡിയോ എടുക്കാൻ പറ്റുക. ഇപ്പോൾ നമ്മൾ വേസ്റ്റോടെ വാട്ടർഫാളിലേക്ക് പോകണേ കേട്ടാ. ഇതാണ് റൂട്ട്. ടിക്കറ്റ് കാര്യങ്ങളൊന്നും ഇല്ലെന്നാണ് കേട്ടത്, ഒരു അറിവില്ല കേട്ടാ. അടിപൊളി സ്പോട്ടാണ്. ഇവിടെയൊക്കെ ടെൻ്റ് അടിക്കാൻ അടിപൊളിയാണ്. പക്ഷെ ഇവന്മാർ സമ്മതിക്കില്ല. അതാണ് ഞങ്ങൾക്ക് ടെൻ്റ് അടിക്കാമെന്നൊരു ദിവസം. റോഡ് ഫുള്ള് ഓഫ് റോഡാണ്ടാ. ഇവിടെയൊക്കെ അത്യാവശ്യം വണ്ടിയൊക്കെ പോകണ്ടായിരുന്നു. എനിക്കൊന്ന് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഇനി ആൾക്കാരൊക്കെ വരും കേട്ടോ. പക്ഷെ വെള്ളം കുറവാണെന്നാണ് എല്ലാവരും പറഞ്ഞത്. വെള്ളം ഭയങ്കര കുറവാണ്. മൺസൂൺ സീസണിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ വാട്ടർഫാളൊക്കെ അടിപൊളിയായിട്ട് കാണാൻ പറ്റുള്ളൂ. മൺസൂൺ സീസണിൽ നമുക്ക് വന്നല് കുറച്ച് മുഷ്കിലാണ്. കാരണം നമുക്ക് ഈ എന്താ പറയുക സൈക്കിൾ ഔട്ടാൻ, മഴയത്തൊക്കെ സൈക്കിൾ ഔട്ടാൻ ഭയങ്കര പണിയാണ്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ്ടാ. എന്തായാലും നമ്മൾ വരും. അല്ലാണ്ട് ഒരു ദിവസം എക്സ്പീരിയൻസ് ചെയ്യട്ടെ. മേഘാലയ 2 ടൈമിൽ എക്സ്പീരിയൻസ് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കണം. ഒന്ന് മൺസൂൺ ടൈമിലും ഒന്ന് ഈ ടൈമിലും കേട്ടോ. നമ്മൾ ഈ വാട്ടർഫാൾ നോക്കി വന്നിട്ട് എവിടെയും കണ്ടില്ല കേട്ടോ. ഇതിപ്പോൾ ലൊക്കേഷനെ കാണിച്ചിട്ട് വേറെ സ്ഥലമാണ്. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത വ്യൂ പോയിൻ്റ് നമ്മളിത് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കാം എന്താ സംഭവം. വാട്ടർഫാൾ ഇവിടെയാണെന്നൊരു പിടിച്ചില്ല. കാരണം വെള്ളം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കാണാത്തതാണെന്ന് അറിയില്ല. പക്ഷെ അടിയിലൊരു സൗണ്ട് കേൾക്കണ്ട കേട്ടോ വാട്ടർഫാളിലാണ്. പക്ഷെ ലൊക്കേഷൻ കാണിക്കണത് ഇവിടെ അല്ല. ഇതിപ്പോൾ നല്ല വ്യൂ അടിപൊളിയാണ്ടോ. വ്യൂ ഒക്കെ അടിപൊളിയാണ്ടോ, കൊള്ളാട്ടോ, സെറ്റാണ് വ്യൂവും കാര്യങ്ങളൊക്കെ. കാരണം ഇവിടെ ഒന്നും ഒറ്റ മനുഷ്യരെ കാണല്ല. ആരെയും കണ്ടാർന്ന് ചോദിക്കാറുണ്ട്. ആരും ഇല്ലല്ല. ടൂറിസ്റ്റ് സ്പോട്ടല്ലേ. അടിയിലൊക്കെ നോക്കി നല്ല കിടിലൻ സ്ഥലം കേട്ടാ. ഒറ്റ മനുഷ്യരില്ല, നമ്മളൊറ്റക്കാണ് ഇവിടെ. അടിയിൽ എന്തോ ഒരു ചെറിയൊരു വെള്ളം ചാട്ടം പോലെ ഇങ്ങനെ ഒഴുകുന്നുണ്ട്. പിന്നെ അവിടെ ഒരു കുയിലിൻ്റെ സൗണ്ടൊക്കെ കേൾക്കണ്ട കേട്ടാ. ഒരു കോട വന്നൊരു അന്തരീക്ഷം, നല്ല കാഴ്ച. അവിടെയൊക്കെ എന്തോ ഒരു അരുവി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് വീണ് അതിനകത്ത് തീർന്ന് എന്താവും, നമ്മൾ പൊടി പോലെ കിട്ടൂല കേട്ടാ. അങ്ങനത്തെ അവസ്ഥയാണ്. പക്ഷേ ഭയങ്കര മനോഹരമുണ്ട് ഇവിടെ കാണാൻ വേണ്ടി. നമ്മളിവിടെ തനിച്ച്, അതും ഇങ്ങനെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടിൽ നല്ല തിക്കും തിരക്കും അനക്കമൊക്കെ ഉള്ളൊരു സ്ഥലത്ത് നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരുപാട് നേരം ഞാനിങ്ങനെ ആസ്വദിച്ചിരിക്കുന്നത്. ഞാൻ വിചാരിച്ചു ഇന്ന് ഞായറാഴ്ചയിരിക്കുന്നത്. പക്ഷേ ഇവിടെയൊക്കെ എനിക്കൊന്ന് ക്ലോസ്ഡ് ആണെന്ന് തോന്നുന്നുണ്ടാ. എന്തായാലും നമുക്ക് പയ്യെ ഇവിടെ നിന്നുണ്ടെങ്കിൽ ആ വാട്ടർഫാളൊന്ന് കാണാൻ പോകണം. അങ്ങനെ അത് കുറേ നേരം നോക്കാൻ വേണ്ടി അത് എവിടെയും കിട്ടിയില്ല. ഇനി എവിടെയായിരിക്കും വാട്ടർഫാൾ, ആരെങ്കിലും കണ്ടതിനൊന്ന് ചോദിക്കാറുണ്ട്. നമ്മളെ വന്നോയ്ക്ക് ഇപ്പോൾ 2 പേരെ പരിചയപ്പെട്ടിട്ടാ. ഹായ്, യുവർ നെയിം ബ്രോ? തന്മയ. യുവർ? Nancy. Oh, you are from? I'm from Nagpur. Nagpur, Maharashtra. Oh, okay. Nice to meet you. Okay. Thank you. നമ്മളെ പോകാൻ ഉദ്ദേശിച്ച വാട്ടർഫാൾ ക്ലോസ് ചെയ്തിട്ടേക്കണേണ്ട. കാരണം വെള്ളവും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണ് ഒരു ക്ലോസ് ചെയ്തിട്ടേക്കണം. 2 വാട്ടർഫാളും, നമ്മൾ ആദ്യം കണ്ടതും രണ്ടാമത് കണ്ട വാട്ടർഫാളും ക്ലോസ്ഡ് ആണ്. കയറാൻ പറ്റൂല കേട്ടോ. വേറെ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ കയറാൻ പറ്റുമെന്ന് നോക്കാട്ടാ. ഇപ്പം നമ്മൾ നേരത്തെ കണ്ട ഹായ് അവരെ കണ്ടേച്ച് സന്തോഷം കേട്ടോ. കാരണം അവർ റിട്ടേൺ വന്നതാണ്. നമ്മൾ വന്നൊഴിക്ക് അവിടെ വെച്ച് കണ്ടായിരുന്നു. അപ്പോൾ അവർ പോയിട്ട് തിരിച്ച് റിട്ടേൺ വന്ന കേട്ടാ. കാരണം ഞാനിങ്ങനെ കയറി വന്നെ കണ്ടപ്പോൾ അവർക്ക് വല്ലാത്തൊരു സങ്കടം. എന്നോട് ചോദിച്ച് ഹിച്ചയിക്കാൻ താല്പര്യമുണ്ട്, അതായത് കാറിൽ സൈക്കിൾ കാര്യങ്ങളൊക്കെ ഒതുക്കിയിട്ട് അവർ എന്നെ കൊണ്ട് ഇറക്കി തരാമെന്ന് പറഞ്ഞിട്ടാ. എന്തായാലും സന്തോഷം. അവർ അങ്ങനെ ചോദിച്ചല്ല, അതിന് സന്തോഷം. അങ്ങനെയൊക്കെ ആരൊക്കെ ചോദിക്കാനാണല്ലേ. ഞാൻ പറയില്ല, ഞാൻ വന്നോളാന്ന് പറഞ്ഞു. പയ്യെ ചവിട്ടി ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയും ഇറങ്ങാൻ പറ്റുമോ നോക്കണമല്ലോ. പക്ഷേ നമ്മളെ തിരിച്ചിപ്പോൾ വന്ന റൂട്ടിൽ തന്നെയാണ് തിരിച്ച് റിട്ടേൺ പോണത്. കണ്ടില്ലേ, ആ ഒരു ബ്രിഡ്ജാണ്. പിന്നെ ഇവിടെയൊക്കെ ഓരോ സ്ഥലങ്ങളും ചെറിയ ചെറിയ വെള്ളച്ചാട്ടം പോലെയാണ് കേട്ടോ. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അതായത് മേഘാലയയിലെ പ്രത്യേകത അതാണ് എല്ലായിടത്തും വെള്ളച്ചാട്ടങ്ങളുണ്ട് കേട്ടോ. അടിപൊളിയാണ്. പക്ഷെ പലയിടത്തും വെള്ളമില്ല. നമ്മളിപ്പോൾ പോയ സ്ഥലമില്ലേ, അവിടെയും പോകാൻ പറ്റിയില്ല. അത് ക്ലോസ്ഡ് ആണ്. നമ്മൾ വഴിയൊക്കെ നോക്കി പോകാൻ പറ്റുമെന്ന് നടപടിയായില്ല. അവിടെയും ക്ലോസ്ഡ് ആണ്. പിന്നെ ആദ്യം കണ്ട വാട്ടർഫാളും ക്ലോസ്ഡ് ആണ്. വെള്ളവും ഇല്ല കേട്ടോ. ഇവിടെയും വെള്ളം ഇല്ലാത്തതുകൊണ്ടാണ്. അതൊരു തട്ടായിട്ടുള്ള ഇതാണ്, വാട്ടർഫാളാണ്. അപ്പോൾ അവിടെ വെള്ളമില്ല. എനിക്ക് തോന്നുന്നു ഇന്ന് ക്ലോസ് ആക്കിയതാണോ അല്ലെങ്കിൽ ഇന്നലെയൊക്കെ ഉണ്ടാവുമെന്നോ ഒരു പിടുത്തൂല കേട്ടോ. നമ്മളങ്ങനെ ഹൈവേ കയറിയേട്ടാ. അത്യാവശ്യം വെയിലുണ്ടെങ്കിലും ചെറിയ തണുപ്പുണ്ട്. കണ്ടില്ലേ, നല്ല വ്യൂ ആണ് ഇവിടെ നിൽക്കും. നമ്മൾ ആ ഒരു വഴിയാണ്ട് വന്ന് കയറിയത്.
ഇതിൻ്റെ സാധനത്തിൽ കഴിക്കണം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും മേടിക്കാനുണ്ട് പോണേക്ക്. നല്ല മുട്ട വല്ലതും മേടിച്ചിട്ട് പുഴുങ്ങി തിന്നാലാന്ന് വെച്ചിരിക്കണേ. എന്തായാലും നോക്കാം പോണേക്ക്. നമ്മളെ ഇപ്പം ഉള്ളത് അർവാ കേവ് കാണാൻ വേണ്ടി പോണേട്ടാ. അപ്പോൾ പോണ റൂട്ടാണ് നമ്മളിങ്ങനെ കയറി ഉണ്ടാവുന്ന റോഡ്. ഇങ്ങനത്തെ റോഡാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടുന്ന് ഏകദേശം കുറച്ച് അധികം ഉള്ളൂ, അതായത് ഒരു 600 മീറ്റർ എന്തോ ഉള്ളൂ കേട്ടോ. അടിപൊളിയാണ്. ടിക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാട്ടെ കേട്ടാ. എത്രയെന്നൊരു പിടുത്തമില്ല. എന്തായാലും പോയി നോക്കാം. ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട്. നമ്മൾ പോകണമെങ്കിൽ ഇപ്പോൾ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടാ. കുറേ പേരെയൊക്കെ പരിചയപ്പെട്ട് സംസാരിച്ച് ഞാൻ പിന്നെ മാഗി ഉണ്ടായി കഴിച്ചേട്ടാ. വേറെ ഒന്നും കിട്ടിയില്ല. അരിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നല്ല, വിശപ്പുണ്ടായിരുന്നട്ടാ. നമ്മളെപ്പോഴും ഇങ്ങനെ ചവിട്ടണമല്ലോ. അപ്പോൾ എന്തെങ്കിലും ചെറിയ സാധനങ്ങൾ പോലും കഴിക്കാമല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിശപ്പ് അങ്ങനെ ഇതാവില്ല. പിന്നെ അവസാനം ഒരു 4 മാഗി മേടിച്ച് കഴിച്ച് എന്തായാലും പയ്യെ കയറാട്ടാ. കയറ്റമാണ്. ഇനിയിപ്പോൾ ഈ കയറ്റമൊക്കെ ഇനി ഇറങ്ങിപ്പോവാം. പോകുമ്പോൾ അതിൽ ഇവിടത്തേക്ക് ഇതാണ്ട ഫുള്ള് ഉള്ള ഏരിയ പോലത്തെ ഒരു ഇതാണ്ട. ഫുള്ള് കാടാണ്. ആ ഒരു കാടിൻ്റെ ഉള്ളിലാണ്ട ഒരു കേവ് തന്നെ. എന്തായാലും അടിപൊളിയാന്ന് തോന്നുന്നു. എന്തായാലും പോയി നോക്കാട്ടാ. നമ്മളെ ഇപ്പോൾ അർവാ കേവ് എത്തിയേട്ടാ. കണ്ടില്ലേ, ഇതാണ് അർവാ കേവ്. ഇവിടെ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഇത്ര പോണതിൻ്റെ മാപ്പാണ് കേട്ടോ. കേവിൻ്റെ വാക്ക് വേ ഇങ്ങനെ കേട്ടോ. മറ്റേ സ്റ്റെപ്പ് പോലത്തെ ഒരു ഇതാണ്. പിന്നെ വാക്ക് വേ വ്യൂ പോയിൻ്റ്, പിന്നെ റിക്ഡ് ട്രെയിൽ, അങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ അത്യാവശ്യം ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ടിക്കറ്റ് എടുക്കണം. അതിനി പോകണ വയ്ക്കാണ്ട് അവിടെ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. പക്ഷെ അത് ടിക്കറ്റ് എന്ന് പറയാൻ വേണ്ടി ടിക്കറ്റിൻ്റെ അല്ലാറുന്നത്. അത് ശരിക്കും ടോയ്ലറ്റിൻ്റെ ഉണ്ടാ. എത്ര 10 രൂപ എന്തോ ഉള്ളൂ. നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടാ. അവിടേക്ക് ഇങ്ങനെ മല ഇങ്ങനെ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണ് നിൽക്കുന്ന ഒരു ഫീലാട്ടാ. കാരണം അവിടെയൊക്കെ മറ്റേ കളർ കണ്ടില്ലേ, ഒരു മഞ്ഞ കളർ കൊടുത്തൊരു കളർ. ഇവിടെയൊക്കെ മിക്കപ്പോഴും ലാൻഡ് സ്ലൈഡൊക്കെ ഉണ്ടാകുന്നതെന്നുണ്ടാ. ഇടിഞ്ഞ് പൊളിഞ്ഞിരിക്കുന്ന കണ്ടില്ലേ. നമ്മളെ വന്നൊക്കെ ഒരുപാട് ആൾക്കാരെ കണ്ടുകൂട്ടി. എല്ലാവരോടും വർത്താനം പറഞ്ഞ ടൈമിൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പക്ഷേ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നില്ല. ഭയങ്കര ഇതിൽ ഭയങ്കര സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കർണാടകയിൽ നിന്ന് ഒരാളെ കണ്ട്, ഒരാളല്ല കേട്ടോ, ഒരു ഫാമിലി ആയിരുന്നു. അവരെയും കണ്ട് സംസാരിച്ച് എല്ലാവരും കൂടി ആയപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതാണ്. അവിടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് കേട്ടോ. എത്രയാണെന്നറിയില്ല, നോക്കാതായാലും. ഭയങ്കര പൈസയാണ് ഈ പണിയാവും. അങ്ങനെ നമ്മൾ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവിടെ ഒരു കൗണ്ടർ ഉണ്ടായിരുന്നു. ഏകദേശം 50 രൂപ കേട്ടോ. ചിൽഡ്രൻസ് ആണെങ്കിൽ 12 വയസ്സ് വരെയുള്ള പിള്ളേർക്കാണെങ്കിൽ 10 രൂപ, ഡോക്യുമെൻ്ററിക്കാണ് 5000 രൂപ, പിന്നെ ഷൂട്ടിംഗ് ഫിലിം 10000 രൂപ കേട്ടോ. അങ്ങനെ ഓരോന്നിനും ഓരോ ചാർജാണ്. എന്നില്ല നമ്മൾ വന്ന റൂട്ട് എന്ന് പറയുന്നത് കേവിലേക്ക് പോകുന്ന റൂട്ട് ഇതാണ് കേട്ടോ. അടിപൊളിയാണ്. നല്ല തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവരിവിടെ ലൈറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്കൊന്നും ഇവിടെ ഇല്ല, പക്ഷേ ഒരു ഇത്ര ടൈം 5 മണി വരെ അങ്ങോട്ടേക്കേ ഉള്ളൂ. ആ ഒരു ടൈമൊക്കെ ആകുമ്പോൾ ഇരുട്ടി തുടങ്ങും കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ വരുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് ഈ ലൈറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കണമെന്ന് തോന്നുന്നു. ഇല്ലേ, ഏകദേശം കുറച്ച് ദൂരെ പോകാനുള്ളൂ കേട്ടോ. പക്ഷെ അടിയിലൊക്കെ എന്തോ നല്ല വ്യൂ പോയിൻ്റ് കാര്യങ്ങൾ കിട്ടാണ്ട്. പക്ഷേ ഇതൊക്കെ വന്നിരിക്കണോണ്ടേ ഫുള്ളായിട്ട് കാണാൻ പറ്റുള്ള ആയി. ഒരാൾക്കാരുണ്ട് ചേട്ടാ. നമ്മൾ ഒരുപാട് ആൾക്കാരെ കണ്ടുപോയിട്ടുണ്ട്. പക്ഷെ അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടാ. നല്ല എന്താ പറയുക, ഒരു കാടിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ പോണ ഒരു ഫീലാണ്ടാ. ഇവിടെ കണ്ടില്ലേ, എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ മഴയുടെ ടൈമിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒലിച്ചിങ്ങനെ വരും കേട്ടോ. അതായത് ഇവിടെ ഒരു പൈപ്പ് പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ മഴയുടെ ടൈമിൽ ഇങ്ങനെ അടിപൊളിയാവും കേട്ടോ. ശരിക്കും നമ്മൾ മഴയുടെ ടൈമിൽ ഒരു പ്രാവശ്യം വന്നോട്ടോ ശരിക്കും. അപ്പോൾ അടിപൊളിയാണ്. ഇതിനും അടിപൊളിയാണ് മഴക്കാലത്തൊക്കെ. നല്ല എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നമുക്ക് എന്തായാലും ഒരു ദിവസം മൺസൂൺ ടൈമിൽ വന്നം. കണ്ടില്ലേ, അടിപൊളിയാണ് കേട്ടോ. പീസ്ഫുള്ളാണ്. അടിയിൽ ഞാൻ പറഞ്ഞൊരു വ്യൂ പോയിന്റ്, പക്ഷെ അത് നല്ല വ്യൂ പോയിൻ്റാണ്. പക്ഷേ ഇതിൽ കൂടെ കാണാൻ പറ്റില്ല കേട്ടോ. ഈ ഒരു മരങ്ങൾ ഇങ്ങനെ ഇരിക്കണോണ്ടേ. അക്വേറിയം പോലത്തെ ഒരു സെറ്റപ്പാണ് കേട്ടോ. അക്വേറിയം ആണോന്ന് അറിയില്ല. മീനിൻ്റെയൊക്കെ ഒരു ഇതുണ്ട്. ചെറിയൊരു ഇതാണ്. കാരണം അടിപൊളിയാണ് കേട്ടോ കാണാൻ വേണ്ടി. കണ്ടില്ലേ, ചെറിയൊരു ഡിസൈനൊക്കെ പോലെ വന്നിട്ട്. വേറെ ആൾക്കാരുണ്ട് കേട്ടോ. വ്യൂ നമ്മൾ എത്ര നേരം കണ്ടന്റ് എന്തായാലും നമുക്കൊരു മടുപ്പ് തോന്നൂല കേട്ടോ. പക്ഷെ അടിപൊളിയാണ് കേട്ടോ. പിന്നെയും ആൾക്കാർ വന്നിട്ടുണ്ട്. അടിപൊളി കാഴ്ചയാണ് എൻ്റെ മക്കളെ. നിങ്ങളൊരു ദിവസമൊക്കെ വന്നോട്ടെ ഇവിടെ ടൈമിലൂടെ വിസിറ്റ് ചെയ്യണം. ഏറ്റവും ബെറ്റർ നിങ്ങൾ ഒരു മൺസൂൺ ടൈമൊക്കെ വിസിറ്റ് ചെയ്യണമെങ്കിലുണ്ടല്ലോ, നിങ്ങൾക്ക് കിട്ടാൻ പോണ എക്സ്പീരിയൻസ് പറയാണ്ടല്ലോ, അത് വേറെ ലെവലാണ്. ഞാൻ എന്തായാലും ഇൻഷാ അല്ലാ ഞാനൊരു വ്ളോഗും കൂടെ എടുക്കും മൺസൂൺ ടൈമിൽ വന്നിട്ട്. കണ്ടില്ലേ, ഇത്രയും മനോഹരമായൊരു സ്ഥലം. ശരിക്കും ഇവിടെ ചാർജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക്
ബെസ്റ്റ് എക്സ്പീരിയൻസ് ആട്ടാ. അതായത് മേഘാലയ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിൽ നിങ്ങൾ ട്രാവൽ ചെയ്യാൻ എവിടെ വന്നാലും നിങ്ങൾക്ക് അടിപൊളി എക്സ്പീരിയൻസ് ആണ്. പക്ഷെ എൻ്റെ പൊന്നോ ഈ വ്യൂ നോക്കിയേ, അടിയിൽ കൂടെയൊക്കെ വെള്ളമൊക്കെ ഇങ്ങനെ പോകണുണ്ട് കേട്ടോ, അതിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കണ്ടില്ലേ വേസ്റ്റ് ബാസ്ക്കറ്റ് കണ്ടില്ലേ, അടിപൊളിയാണ്. ഇവിടെ ഇഷ്ടംമാതിരി ആൾക്കാരുണ്ട്. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോൾ 2 സ്ഥലത്തും പോയി, അവിടെ 2 സ്ഥലത്തും ക്ലോസ് ചെയ്തിട്ടേക്കണെയാണ്, അവിടെയൊന്നും മറ്റേ ആൾക്കാരുണ്ടാകുന്നില്ല. കണ്ടില്ലേ ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം ആൾക്കാർ ഇന്ന് ഫോട്ടോയും വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് കേവ് കണ്ട് വന്നിട്ട് എടുക്കാമല്ലാന്ന് വെച്ച്, അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. നല്ല വ്യൂ വേണ്ട, ഞാൻ എന്തായാലും വന്നിട്ട് കാണിച്ചില്ല, അതാണ് ഏറ്റവും അടിപൊളിയുള്ള കാര്യം. കേവിൻ്റെ കുറച്ചും കൂടെ അങ്ങോട്ട് മേലേക്ക് വേണ്ടേ. ഇവിടെ എന്തൊരു വാട്ടർഫാളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ എൻ്റെ മോനെ ഒരു രക്ഷയില്ല. എനിക്ക് എന്തായാലും വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഫോട്ടോയും വീഡിയോ എടുക്കാം കേട്ടോ. നമ്മളിവിടെ പന്നടുത്തൊരു ചെറിയൊരു കേക്ക് ഉണ്ട് കേട്ടോ. ഇത് കൊള്ളാം കേട്ടോ, ഉള്ളിലേക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. കിട്ടില്ല കേട്ടോ. നമ്മളങ്ങനെ കേവിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ്. അപ്പോൾ ഇതാണ് റൂട്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഗൈഡ് വേണമെങ്കിൽ ഗൈഡൊക്കെ അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ ഡോൺ യൂറിനേറ്റ്, അതായത് ഇവിടെ മൂത്രയിക്കാനോ പിന്നെ അതുപോലെ തന്നെ ബിയർ അങ്ങനത്തെ സാധനങ്ങളൊന്നും കൊണ്ടുപോകാൻ പാടില്ല, സ്മോക്ക് ചെയ്യാൻ പാടില്ല, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഇവർ വാണിംഗ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുണ്ടെങ്കിൽ പിഴയായിട്ട് 1000 രൂപ കൊടുക്കണം കേട്ടോ. ഹർവാ കേവ് എൻ്റെ മോനെ കിട്ടില്ല കേട്ടോ. എനിക്കൊന്നും ഇവിടെ മഴക്കാലത്തൊക്കെ നല്ല വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നാണ് തോന്നുന്നത് കേട്ടോ. ഓക്കെ കണ്ടില്ലേ, ഇതിൽ അധികം കിട്ടാണ്ടാവുന്നൊരു പിടുത്തമില്ല കേട്ടോ. പക്ഷേ അടിപൊളിയാണ്. നമ്മൾ കേവിൻ്റെ അടിയിലേക്ക് ഇറങ്ങിപ്പോരാ കേട്ടോ. നമ്മൾ നേരത്തെ ഒരു ഇത് കണ്ടില്ല, ഒരു ചെറിയൊരു കേവ്, അതെനിക്ക് തോന്നുന്നുണ്ട് ഇവിടെ ഒരു അവിടെ തോന്നട്ടാ ഒരു ഇതുണ്ട്, നോ സ്മോക്കിംഗ് ഇൻസൈഡ് ദ കേവ്. കേവിൻ്റെ ഉള്ളിൽ സ്മോക്ക് ചെയ്യാൻ പറ്റൂല. സംഭവം കൊള്ളാട്ടോ. എൻ്റെ ചെരുപ്പ് ഷൂ ഇതായിരിക്കണം, തേഞ്ഞിരിക്കണോണ്ട് കുറച്ച് പണിയാണ്. പക്ഷേ നോക്കാം, അടിയിലൊക്കെ നമുക്ക് ഇങ്ങനെ പോവാട്ടാ. വെള്ളമൊക്കെ ഇങ്ങനെ ഇറ്റിറ്റ് വീഴുന്നുണ്ട്. ശരിക്കും മഴക്കാലത്താണെങ്കിൽ നല്ല രീതിയിൽ വെള്ളവും കാര്യങ്ങളൊക്കെ ഇറ്റിറ്റ് വീഴും. വേണ്ട, എനിക്ക് തോന്നുന്നു ഉള്ളിൽ വന്നതിന് നമ്മൾ നനയുമെന്ന് തോന്നുന്നു. हाय हाय, आपका नाम क्या है? किनमेक्स। हाय, नाम क्या है आपका? किंसी स्मारकी। हाय धीरज. അപ്പോൾ നമ്മൾ വന്നൊഴിക്കണ്ടാടാ. അഗെയിൻ വിൽ മീറ്റ്. നമ്മൾ ഇപ്പം ഉള്ളത് ഒരു കേവിൻ്റെ ഉള്ളിലാട്ടാ. ഇപ്പോഴാണ് അവർ പരിചയപ്പെട്ടത്, അവർ നമ്മൾ വന്നൊഴിക്കണ്ടാട്ടാ. കാരണം ഇപ്പോഴാണ് നമ്മൾ ക്യാമറയും കാര്യങ്ങളൊക്കെ ഓണാക്കിയത്. ആ ഒരു ടൈമിലാണ് അവരെ കാണാൻ പറ്റിയത്. അവരെ മാത്രമല്ല ഒരുപാട് ആൾക്കാർ നമ്മൾ കണ്ട് പരിചയപ്പെട്ട് ഭയങ്കര സന്തോഷവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കേവിൻ്റെ ഉള്ളിലൊക്കെ വെച്ച് നമ്മൾ പരിചയപ്പെട്ട് സന്തോഷം അല്ലേ. ഒരു കേവിൻ്റെ ഉള്ളിലാണ് നമ്മൾ. ഉഷാറാണ്, ഉഷാറ്. ഇതാണ് ലാസ്റ്റ് പോയിൻ്റ് കേട്ടോ. അതന്നെ ലാസ്റ്റ് പോയിൻ്റ് ഇതാണ്. ഇവിടെ ഒന്നൊന്നുമില്ല. ഇതാണ് ഹർവാ കേവ്. ഇല്ല, ലാസ്റ്റ് പോയിന്റ് കഴിഞ്ഞിട്ടില്ല. തല ഇടിക്കും കേട്ടാ. അതൊക്കെ എൻ്റെ തല ഇടിക്കും, കണ്ടില്ലേ, തല ഇങ്ങനെ ഇടിക്കാണ്ട്. കുഞ്ഞിക്കേ വേണ്ട, കുഞ്ഞതല്ല, കുഞ്ഞ് വലിയ കേവ്. വെയിറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, കുഴപ്പമില്ല. ശരിക്കും നമ്മൾ ഈ ഇവിടെയൊക്കെ ഇല്ലേ, ഇവിടെയൊക്കെ ശരിക്കും വെള്ളവും കാര്യങ്ങളും വരും. അതായത് മൺസൂൺ സീസൺ ആണെങ്കിൽ ഈ ഒരു ഏരിയയിൽ ഫുള്ള് വെള്ളവും കാര്യങ്ങളൊക്കെ കിട്ടും. അതായത് നമുക്ക് വെള്ളത്തിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടന്നൊക്കെ പോകട്ടെ, അടിപൊളിയാണ്. പക്ഷേ ഇപ്പോൾ വെള്ളവും കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ കണ്ടില്ല, വറ്റിയിരിക്കണണ്ടില്ലേ. ശരിക്കും വെള്ളമുള്ള ടൈമിൽ ബെറ്ററാണ്. ശരിക്കും ഇത് കണ്ടില്ല, ഇവിടെ ഒരു വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. ഇതല്ല, ഇതിനേക്കാൾ കൂടുതൽ വെള്ളമുണ്ട്. ഇവിടെ കൂടെ ഞാൻ പോകാൻ പറ്റില്ല കേട്ടോ. ഇവിടേക്ക് എന്തോ റൂട്ടൊക്കെ ഉണ്ട്, പക്ഷേ അതൊക്കെ അടച്ചിട്ടേക്കണേ അവർ. നമ്മളങ്ങനെ ഹർവാ കേവിൽ നിന്ന് ഇറങ്ങി. ഇനി നമ്മൾ നേരത്തെ കണ്ട ഒരു വ്യൂ പോയിൻ്റില്ലേ, അത് കാണാൻ വേണ്ടി പോകണം കേട്ടോ. അത് ഇവിടെ നിന്ന് ഇങ്ങനെ കയറി ചെല്ലും വേണ്ട. ശരിക്കും ഇതാണ് വ്യൂ പോയിൻ്റ്. പക്ഷെ അവിടെ നിന്ന് അതിൻ്റെ കുറച്ചും കൂടെ ക്ലാരിറ്റി ആയിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നല്ല തണുപ്പുണ്ട് അത്യാവശ്യം, അതാണ് കുഴപ്പമില്ല. ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് നൊക്കാലിക്ക വാട്ടർഫാൾ കാണാൻ പോകണം. 7 സിസ്റ്റേഴ്സ്, അത് ഇന്നല്ല പോകണം. ഇവിടെ അടുത്ത് തന്നെയാണ്, നമ്മൾ പയ്യെ പോകണുള്ളൂ. പിന്നെ എനിക്കിവിടെ കുറച്ച് ആ സ്ഥലങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ട്, അതൊക്കെ ഒന്ന് പോകാനുണ്ട്. അത് കുറേ ബാക്കിലേക്ക് പോകണം കേട്ടോ. ഞാൻ വിട്ടുപോയ കേസ്. നല്ല അടിപൊളി സ്പോട്ടുകളാണ് കേട്ടോ. ഇവിടെ ഒരു ട്രൈബുണ്ട്. അവർ എന്താ പറയുക,
പാട്ട് കൊണ്ടാണ് അവരുടെ പേര് വന്നത്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. എന്തായാലും പോകാൻ പറ്റുമോ നോക്കട്ടെ, മാക്സിമം നോക്കണം. ഞാൻ പിന്നെ കുറച്ച് സ്പീഡാക്കണത് വേറെ ഒന്നുമല്ല, നമ്മുടെ ബഡ്ജറ്റിൻ്റെ പ്രശ്നം കൊണ്ടാണ്. യാത്ര ചെയ്യാൻ ഓരോ ദിവസം ഭക്ഷണത്തിൻ്റെയും അങ്ങനെ കുറച്ച് ബഡ്ജറ്റൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് മാക്സിമം നമ്മൾ യാത്രയെ കുറച്ച് സ്പീഡാക്കണം, അല്ലെങ്കിൽ നമ്മൾ സ്ലോലി പോയതിനെ ഇതിലേ. അതുപോലെ തന്നെ എൻ്റെ ഈ ഒരു വ്ളോഗിങ് എന്തെങ്കിലും രീതിയിൽ മാറ്റങ്ങളൊക്കെ വരുത്തണമെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. കാരണം ഞാൻ സ്വാഭാവികമായിട്ട് ഇങ്ങനെ തന്നെയാണ്. ഞാൻ നിങ്ങളോട് എങ്ങനെയാണ് സംസാരിക്കണം അതുപോലെയാണ് ഞാൻ നോർമലും. എല്ലാവരോടും ഈ രീതിയിൽ തമാശയൊക്കെ ഇങ്ങനെ ചിരിച്ചു കളിച്ചൊക്കെ പറയുള്ളൂ. അപ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. നമ്മളെ നേരത്തെ കണ്ട വ്യൂ പോയിന്റില്ലേ അവിടെ വന്നിട്ടാ ഇല്ലേ, ഇതാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്ന് ഇപ്പോൾ ഇഷ്ടംമാതിരി ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ, കണ്ടില്ലേ. കാരണം ഇത് ശരിക്കും മൺസൂൺ ടൈം ആണെങ്കിൽ നല്ല രീതിയിൽ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ പോയ റൂട്ടൊക്കെ അല്ലേ, അത് വെള്ളം, അതായത് മഴയൊക്കെ പെയ്ത ആ ഒരു ഫീലിംഗ് ആയിരിക്കുമല്ലോ നമുക്ക് കാണാൻ വേണ്ടി. അടിയിലേക്കുള്ള വ്യൂ കണ്ടില്ലേ, അടിപൊളിയായിട്ട് നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഫുള്ള് കാണാൻ പറ്റും. എന്തായാലും ഈ റൂട്ടൊക്കെ വന്ന ആൾക്കാരാണെങ്കിൽ, ഈ റൂട്ടൊക്കെ വന്ന ആൾക്കാരല്ല, എന്തായാലും ഇവിടേക്ക് വന്ന ആൾക്കാരൊക്കെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യും കേട്ടോ. നല്ല അടിപൊളി സ്പോട്ടുകളാണ് മേഘാലയയിലുള്ളത്. ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. ഇവിടെ ഏകദേശം 50 രൂപയാണ് ഞാൻ പറഞ്ഞ ടിക്കറ്റ് ചാർജ് വരുന്നത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ചെറിയൊരു ഊഞ്ഞാല് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. കാരണം കുറേ പേരൊന്നും, പ്രായമുള്ള ആൾക്കാരൊന്നും അധികം പേരൊന്നും കയറണില്ല ഇവിടെ മേളിലേക്ക്. കുറച്ച് ആൾക്കാരൊക്കെ കയറുന്നുണ്ട്, പക്ഷേ ബാക്കിയുള്ള ആൾക്കാരൊന്നും അങ്ങനെ അധികം കയറണില്ല. അപ്പോൾ അവരൊക്കെ ഇവിടെ വന്ന് റെസ്റ്റ് എടുക്കും ഒരുവരും വന്നിട്ട്. അങ്ങനെ നമ്മൾ അർവാ കേവിനോട് യാത്രയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയേട്ടാ. നല്ല അടിപൊളി കാഴ്ചകളാണ് മക്കളെ. ലൈഫിൽ നിങ്ങൾ വന്നോട്ടാ. യാത്രയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളെല്ലാ സ്ഥലങ്ങളും നിങ്ങൾ ഇഷ്ടപ്പെട്ടു. വളരെ മനോഹരമായ സ്ഥലങ്ങളാണ്. ശരിക്കും ക്രൗഡിൽ നിന്ന് നമ്മൾ മാറിയിരിക്കുമല്ലോ, നമ്മളെ മനസ്സും മൈൻഡ് എല്ലാം ഫ്രീ ആവും കേട്ടോ. അങ്ങനത്തെ ഒരു ഏരിയയാണ് ഇതൊക്കെ. ഞാൻ ഇന്നലെയൊക്കെ പല സ്ഥലത്തും ടെൻ്റ് അടിക്കാനൊക്കെ നോക്കിയേട്ടാ, ആരും സമ്മതിച്ചില്ല. എന്തോരം കിട്ടുന്ന സ്ഥലങ്ങളാണ് ഇവിടെ ടെൻ്റ് അടിക്കാൻ പറ്റുക. അടിയാൻ പറ്റിയില്ല, ആൾക്കാർ സമ്മതിക്കല്ല. കുറച്ച് ആൾക്കാർ ഭയങ്കര എന്താ പറയുക, എന്തുകൊണ്ടാണോ എന്നെനിക്കറിയില്ല. എന്തെങ്കിലും ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ അവർക്ക് അതിനോടൊരു ഇത് ഇഷ്ടമില്ലാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമുക്കെന്തെങ്കിലും പറ്റുമെന്ന് വിചാരിച്ചൊക്കെ ഇരിക്കാം, അറിയില്ല കേട്ടോ. കാരണം വ്യൂ പോയിന്റിലൊക്കെ നമ്മളെ ഒറ്റക്ക് താമസിക്കുമ്പോൾ ചില ആൾക്കാർ പറയും നമ്മളോട് കുറച്ച് ഡേഞ്ചറാണ്, പണിയാണ് എന്നൊക്കെ. ഒരു പിടുത്തമില്ല. നമ്മൾ ആദ്യം വന്ന സ്ഥലത്ത് വന്നിട്ട് നമ്മുടെ സൈക്കിളിൻ്റെ അടുത്ത് വന്ന് എന്തില്ലേ, ഇതാണ് എൻ്റെ അടുത്ത്. ഇവിടെ നമ്മൾ വന്നിട്ടാ, ഇതാണ് അർവാ കേവിൻ്റെ മറ്റേ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ. നമ്മുടെ സൈക്കിൾ ഇവിടെ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഫൈനലി നമ്മൾ റീച്ച് ചെയ്ത് സൈക്കിളിൻ്റെ അടുത്ത് തിരിച്ചെത്തിയേട്ടാ. അതിൽ ഇവിടെയൊക്കെ വെയിലുണ്ട്, അവിടെയൊക്കെ നല്ല തണുപ്പാണ് കേട്ടോ. ഇവിടെയൊക്കെ വെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്, അടിപൊളിയാണ്ടാ. എന്തായാലും നമുക്ക് പയ്യെ ഇവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. അല്ലെങ്കിൽ അടിയിലൊരു സ്പോട്ട് ഉണ്ട്, അവിടെ കുറച്ച് നേരം പോയിരിക്കാം. അവിടെയൊക്കെ ടെൻ്റ് അടിക്കാൻ പറ്റിയായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അവർ സമ്മതിക്കുമോയെന്ന് അറിയില്ല, ചോദിച്ചു നോക്കാട്ടെ ആരുടെയെങ്കിലും. അതാണ് ഇവിടെ അടിപൊളി വ്യൂ പോയിൻ്റ് ഒരുപാടുണ്ട് കേട്ടോ. നമ്മൾ ടെൻ്റ് അടിക്കാൻ തോന്നിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ, പക്ഷെ ആരും സമ്മതിക്കണില്ല, അതാണ് പ്രശ്നം. അങ്ങനെ നല്ലൊരു 8ൻ്റെ പണി കിട്ടിയിരിക്കണേ കേട്ടാ. കൈയൊക്കെ കണ്ടില്ലേ, ഫുള്ള് സീനായി. സൈക്കിളിലെ കമ്പി ഒരു 7-8 ഒടിഞ്ഞു പോയിട്ടാ, കണ്ടില്ലേ. ഇതൊക്കെയാണ് അവസ്ഥ. കുറേയൊക്കെ പോയി, കുറേയൊക്കെ ഇളകിയിരിക്കണേണ്ടാ. ഇവിടെ ഒന്നൊരു കടയില്ലാട്ടാ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സാധനത്തിനൊരു പണി കിട്ടിയേക്കണേ. ഇതെന്താണെന്നറിയില്ല, ഈ സിസ്റ്റം ഞാൻ ശരിയാക്കാൻ നോക്കി, ഒരു വകുപ്പില്ലാട്ടാ. ടയറൊക്കെ കിടന്ന് ഇങ്ങനെ കിടന്ന് ഒരു ഐഡിയ ഇല്ല. ഇനിയിപ്പോൾ ശരിയാക്കണമെങ്കിൽ ഷിലോങ് പോകണം. ഷിലോങ്ങിലൊക്കെ ഉണ്ടാവുമോ എന്ന് എനിക്കൊരു പിടുത്തമില്ല. ഇവിടെ ചിറാപ്പുഞ്ചിയിൽ എന്തായാലും ഉണ്ടാവില്ല. ഇവിടെ ഒന്നും അങ്ങനെ ആരും സൈക്കിൾ യൂസ് ചെയ്യാൻ ഞാൻ കണ്ടില്ല കേട്ടോ. ആരെങ്കിലും ചോദിച്ചു നോക്കാം സൈക്കിൾ ഇടവല്ലതും കിട്ടുവാന്ന്. ഒരു പിടുത്തമില്ല കേട്ടോ, എന്താക്കുമെന്ന്. ഇതൊക്കെയാണ് പണി, യാത്രയിൽ കിട്ടുന്ന പണികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് മക്കളെ പണി. ഇനിയിപ്പോൾ കൈയൊക്കെ ഒന്ന് കഴുകണം അവസ്ഥ. എവിടെയെങ്കിലും ടെൻ്റ് അടിക്കണം കേട്ടോ. ഇനിയിപ്പോൾ സൈക്കിൾ ശരിയാക്കാനുള്ളൊരു പരിപാടി നോക്കണം, അല്ലെങ്കിൽ ഇനി ഒരുപാട് സ്ഥലങ്ങളിൽ ഇനി കറങ്ങാനുണ്ട്. ഒരു പിടുത്തമില്ല കേട്ടാ. അങ്ങനെ ഒരു പെട്രോൾ പമ്പിൽ വന്നിട്ടാ, സൈക്കിള് സീനായി. ഇവിടെ ടെൻ്റ് അടിക്കണം കേട്ടോ. പിന്നെ ഇവിടെ 10 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യുള്ളൂ. ചെറിയൊരു പമ്പാണ്ടാ. നമുക്കിനി ഫുഡ് ഉണ്ടാക്കണം. ഞാനത് ഇപ്പുറത്ത് നിന്ന് ഉണ്ടാക്കാമെന്ന് വെച്ച്. എൻ്റെ ഇവിടെ പമ്പായതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ. സൈക്കിളിൻ്റെ അവസ്ഥ ഒട്ടും പണി കിട്ടിയാണ്, രക്ഷയില്ല. ഇവിടെ എവിടെയും കടയില്ല. ഇനിയിപ്പോൾ ഒന്നല്ലേ ശരിയാക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഷിലോങ്ങിൽ പോകേണ്ടി വരും. ഷിലോങ്ങിൽ പോയി കഴിഞ്ഞാൽ ശരിയാവുമെന്ന് എനിക്ക് ഉറപ്പില്ല.
കാരണം ഷിലോങ്ങിൽ സൈക്കിൾ കട ഉണ്ടെങ്കിലും ഈ എന്താ പറയുക ഇതിൻ്റെ ഈ സ്പോക്ക് കിട്ടാൻ വേണ്ടി കുറച്ച് പണിയാണ് ഈ ഒരു സൈസ്. അതിപ്പോൾ എല്ലാ കടകളിലും കിട്ടൽ ചുരുക്കമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വലിയ കടകളിൽ, അതായത് കൂടുതൽ ഹോൾസെയിലായിട്ട് എടുക്കുന്ന കടകളോ അല്ലെങ്കിൽ അങ്ങനത്തെ കടകളിലേക്കേ മെയിനായിട്ട് കിട്ടുള്ളൂ. അതാണ് നമ്മുടെ അവസ്ഥ. ഒരു പിടുത്തമില്ല. ഇനിയിപ്പോൾ നോക്കണം, അല്ലെങ്കിൽ നാളെ തൊട്ട് നടന്ന് തള്ളിക്കൊണ്ട് പോകാമെന്ന് വിചാരിച്ച്, എന്നിട്ട് തിരിച്ച് റിട്ടേൺ ഇവിടുന്ന് പോകുമ്പോൾ വല്ല വണ്ടിക്കും കയറ്റാലാന്ന് വിചാരിച്ചിങ്ങനെ ഒരു ഐഡിയ ഇല്ല എന്താവുന്നു. എൻ്റെ സൈക്കിൾ ഇതാണ് അവസ്ഥ. ഫ്രണ്ട് ടയർ കുഴപ്പമില്ല, ബാക്ക് ടയർ ആകെ പണിയായിട്ടിരിക്കുന്നതാണ്. എന്തായാലും നല്ലൊരു സ്ഥലങ്ങളിലൊക്കെയാണ് നമ്മളിന്ന് കവർ ചെയ്തേക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ഇട്ട് അടുത്ത ദിവസം വരാം. എല്ലാവരും ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ ബുദ്ധിമുട്ടുകളല്ല, ഇതൊക്കെ ഒരു അനുഭവങ്ങളാണ്. പക്ഷേ ഇതൊക്കെ ശരിയാക്കണമെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യലി കാര്യങ്ങളൊക്കെ വേണം. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഫിനാൻഷ്യലി ഇല്ലാണ്ടാണ് നമ്മൾ യാത്ര ചെയ്യണത്. ഇതിൽ നിന്നൊരു വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സെറ്റാണ്. അപ്പോൾ മാക്സിമം ഞാൻ ഇതുവരെ QR കോഡ്, എന്നോട് എല്ലാവരും പറഞ്ഞു നീക്ക് സൈക്കിളിൻ്റെ ഫ്രണ്ടിലൊരു QR കോഡ് വെക്കാൻ പാടില്ലേ. അതെനിക്കറിയാം, അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ പൈസ ഒരുപാട് പേര് തരും. പക്ഷെ ആരോടും ചോദിക്കാനോ അല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ വെക്കാൻ എനിക്ക് അതിനോട് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാട്ടാ. കാരണം എൻ്റെ യാത്രയെന്ന് പറഞ്ഞത് ഞാൻ സ്വന്തമായിട്ട് കഷ്ടപ്പെട്ടൊരു യാത്ര ചെയ്യാമല്ലാന്ന് വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഇതിൽ നിന്നൊരു വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ സെറ്റായിരുന്നേനെ. അപ്പോൾ വീഡിയോ കാണുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടെ. എന്തെങ്കിലും മാറ്റങ്ങൾ വീഡിയോയിൽ വരുത്താനുണ്ടെങ്കിലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. എന്നെക്കൊണ്ട് പറ്റണ രീതിയിൽ നല്ല അടിപൊളി രീതിയിലാക്കാൻ ഞാൻ ശ്രമിക്കാം മാക്സിമം. അപ്പോൾ എന്തായാലും ഗുഡ് ബൈ.